ദുബൈയിൽ താളം തെറ്റി കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ. ദുബൈ സമയം വൈകിട്ട് 5 മണിക്ക് അവസാനിക്കേണ്ട പരീക്ഷ ഇനിയും തീർന്നിട്ടില്ല. സാങ്കേതിക തകരാറാണ് പരീക്ഷ വൈകാൻ കാരണമെന്ന് അധികൃതർ വിശദീകരിക്കുന്നുണ്ട്. സുരേഷ് വെള്ളിമുറ്റം ചേരുന്നുണ്ട്. സുരേഷ്, എന്താണ് ഈ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയിൽ ഇങ്ങനെ ഒരു സാങ്കേതിക തകരാറുണ്ടാകുന്ന സമയം ഇത്രയും വൈകുന്നതിൻ്റെയും കാരണം? പ്രതീക്ഷ എല്ലാവരെയും വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് സാങ്കേതിക തകരാർ എന്ന് പറയുന്ന ഈ വിശദീകരണം. ശരിക്ക് UAE സമയം രാവിലെ 10:30 കുട്ടികൾ അവിടെ റിപ്പോർട്ട് ചെയ്ത് 12:30 പരീക്ഷ തുടങ്ങേണ്ടതാണ്. അതായത് കേരളത്തിൽ 2 മണിക്ക് പരീക്ഷ നടക്കുമ്പോൾ ഇവിടെ 12:30 തുടങ്ങുക. അതേ സമയത്ത് കേരളത്തിൽ പരീക്ഷ അവസാനിക്കുന്ന സമയത്ത് ഇവിടെ പരീക്ഷ അവസാനിക്കുക. അതായത് കേരളത്തിൽ 5 മണിക്ക് പരീക്ഷ അവസാനിക്കുമ്പോൾ ഇവിടെ 3:30 സമയം. ആ സമയത്ത് പരീക്ഷ അവസാനിക്കേണ്ടത്. അങ്ങനെയാണ് കുട്ടികൾക്ക് എല്ലാവരും പരീക്ഷ തയ്യാറാക്കിയിട്ടുള്ളതും കുട്ടികൾ പരീക്ഷയ്ക്ക് എത്തിയിട്ടുള്ളതും. പക്ഷേ കുട്ടികൾ 10:30 തന്നെ പരീക്ഷാ ഹാളിൽ എത്തിയെങ്കിലും അത് ഗൾഫിലെ ഏക പരീക്ഷാ കേന്ദ്രമാണെന്ന് ഓർക്കണം. എല്ലാ GCC രാജ്യങ്ങളിൽ നിന്നുമുള്ള കുട്ടികൾ വരുന്ന ഏക പരീക്ഷാ കേന്ദ്രമാണ് ദുബായിൽ ഉണ്ടായിരുന്നത്. അവിടെ 10:30 തന്നെ കുട്ടികൾ എത്തി. പക്ഷേ പരീക്ഷ തുടങ്ങാൻ 2 മണിക്കൂറോളം വൈകി. അത് സോഫ്റ്റ്വെയറിന്റെ പ്രശ്നം എന്നുള്ളതാണ് അവർ പറഞ്ഞത്. സാങ്കേതിക തകരാറായിരുന്നു. സിസ്റ്റം ഈ പറയുന്നത് പോലുള്ള എൻട്രൻസ് പരീക്ഷയുടെ സിസ്റ്റം അത് വർക്ക് ചെയ്യുന്നില്ല, എടുക്കുന്നില്ല, സോഫ്റ്റ്വെയർ തകരാറെന്ന് പറഞ്ഞു. അങ്ങനെ ഏതാണ്ട് 2 മണിക്കൂറോളം വൈകി. അതിനുശേഷം ചില സിസ്റ്റം ലോഗിൻ ചെയ്തിട്ട് കുട്ടികൾക്ക് കയറാനായി. ആ കുട്ടികൾക്ക് തന്നെ പരീക്ഷ ഇടയ്ക്ക് വെച്ച് നിന്നു പോവുക, സിസ്റ്റം ഷട്ട് ഡൗൺ ആയി പോവുക, റീബൂട്ട് ചെയ്യുക, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പരീക്ഷ ഇത്രയധികം നീണ്ടുപോയത്. ഇപ്പോൾ ഇവിടുത്തെ സമയം UAE സമയം 3:30 പരീക്ഷ തീരേണ്ടതാണ്. സമയം ഇപ്പോൾ ഇവിടെ 7:30 ആയിരിക്കുന്നു. ഇപ്പോഴാണ് പരീക്ഷ കഴിഞ്ഞ് ഏതാണ്ട് എല്ലാ കുട്ടികളും പുറത്തേക്ക് വരുന്നത്. ഇതിനിടയിൽ പല കുട്ടികളും പല സമയത്ത് പോയിരുന്നു. കാരണം സിസ്റ്റം ഓണായി, സിസ്റ്റത്തിൽ കുട്ടികൾ അവരുടെ പാസ്വേഡും മറ്റും കൊടുത്ത് കയറി കഴിഞ്ഞാൽ സമയം അപ്പോൾ രജിസ്റ്റർ ചെയ്യും. അപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് 3 മണിക്കൂർ കറക്റ്റാണ്. അതിനുശേഷം പിന്നീട് ആ സിസ്റ്റത്തിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പല കുട്ടികൾക്കും പല സമയത്താണ് സിസ്റ്റം വർക്ക് ചെയ്യുന്ന വിധത്തിലായിട്ടുള്ളത്. ആ പരീക്ഷ അതുകൊണ്ട് പലർക്കും പല സമയത്ത്, ചില കുട്ടികൾ 5 മണിക്ക് പുറത്തേക്ക് വന്നു, ചില 5:30 പുറത്തേക്ക് വന്നു, ചില കുട്ടികൾ 6:30 പുറത്തേക്ക് വന്നു. 112 കുട്ടികളാണ് ആകെ പരീക്ഷ എഴുതാനുണ്ടായിരുന്നത്. അതിൽ 15 കുട്ടികൾ ആബ്സെന്റ് ആയിരുന്നു. ഇത്രയും കുട്ടികൾക്ക് പോലും അടിസ്ഥാന സൗകര്യം പൂർണ്ണ തോതിൽ ഒരുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ പരീക്ഷ ഇങ്ങനെ താളം തെറ്റാനുള്ള കാരണം. ശരി, സുരേഷ് വെള്ളിമുറ്റമാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന തടസ്സം അത് സാങ്കേതിക തകരാറാണെന്നാണ് പറയുന്നത്. ദുബായിൽ താളം തെറ്റിയിരിക്കുകയാണ്. അങ്ങനെ കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ